ജിൻഡോയുടെയും ഗബ്രിയുടെയും കാര്യത്തിൽ ഒഫീഷ്യൽ ആയിട്ടൊരു അപ്ഡേറ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എപ്പിസോഡിൽ നിന്നും. സീക്രട്ട് റൂമിലേക്ക് അവര് കയറിയിട്ടില്ല. വീടിന് പുറത്ത് ഇരുട്ടുള്ള ഒരു മുറിയില് കണ്ണും മൂടി ഇരുത്തിയിരിക്കുകയായിരുന്നു രണ്ടുപേരെ ഐമാസ്ക് ഒക്കെ ഇട്ട ഒരു ചെയറില. സ്റ്റേജിലോട്ട് പോലും വിളിച്ചിട്ടില്ല. ഇവിടെയാണ് ആദ്യം ഇരുത്തിയത് രണ്ടുപേരെയും. മ്യൂച്വൽ റെസ്പെക്ട്, അതായത് പരസ്പര ബഹുമാനം എന്താണ് എന്ന് തിരിച്ചറിയാൻ അവര് കുറച്ചു നേരം ആകാംക്ഷയുടെ മുൾമുനയിൽ ഇരിക്കട്ടെ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്. അതിനർത്ഥം രണ്ടുപേർക്കും ലാലേട്ടൻ ബിഗ് ബോസും ചേർന്നൊരു പണിഷ്മെന്റ് കൊടുത്തതാണ് എന്ന് തന്നെയാണ്. തിരിച്ചു കയറ്റി വിടുമായിരിക്കും, കാരണം ഇജക്ട് ചെയ്ത് വിടുന്ന കാര്യത്തെക്കുറിച്ച് ലാലേട്ടൻ ആ സമയത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനർത്ഥം തിരിച്ചു കയറ്റി വിടും എന്ന് തന്നെയായിരുന്നു. പിന്നെ ലാലേട്ടൻ ഫുൾ ബീസ്റ്റ് മോഡായിരുന്നു കേട്ടോ. ഈ സീസണിൽ ലാലേട്ടൻ തന്നെയാണ് ഹീറോ. വേറെ ആരും ലാലേട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ലാലേട്ടൻ കഴിഞ്ഞേ ഉള്ളൂ അവിടെ ഉള്ളവരും എല്ലാവരും അതെ. സീസൺ 3 നമ്മുടെ ഫിറോസിനെ സജനയെ ഇറക്കി വിട്ട ആ ഒരു എപ്പിസോഡില്, അതാണ് എനിക്കിത് കണ്ടപ്പോ ഓർമ്മ വന്നത്. നിർത്തി പൊരിക്കുകയാണ് എല്ലാത്തിനെയും. എത്ര പറഞ്ഞിട്ട് ലാലേട്ടന്റെ കലിപ്പ് തീരുന്നില്ല. അത് പക്ഷെ ഒട്ടും കല്ലുകടിയായി നമുക്കും തോന്നുന്നില്ല. കാരണം ജിൻഡോയും ഗബ്രിയും അവിടെയുള്ള എല്ലാരും കുറെയൊക്കെ ഇത് ഇത്ര അർഹിച്ചിരുന്നു. പേഴ്സണൽ ആയിട്ടുള്ള അധിക്ഷേപങ്ങൾ നമുക്ക് പോട്ടെ എന്ന് വെക്കാം. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതും ഈ ഷോയിൽ അനുവദനീയമല്ല. പക്ഷെ ഫാമിലിയെ വലിച്ചിട്ട് മറ്റേ വർത്താനം പറയുന്നത് തോന്നിവാസം തന്നെയാണ്. ഈ ഒരു ഇരുട്ടുമുറിയിൽ നിന്ന് പിന്നീട് അവരെ രണ്ടുപേരെയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ചാണ് ലാലേട്ടൻ അവരോട് പിന്നീട് ഇന്ററാക്ട് ചെയ്യുന്നത്. തെറ്റുകൾ അവർ തിരുത്തുമോ എന്ന് നോക്കാമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഇന്ന് തിരിച്ചു ചെന്ന് വേറുള്ളവരുമായി സംസാരിക്കുന്നുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തിട്ടാണ് ഇവരെ തിരിച്ച് കയറ്റി വിടുന്നത്. ജിൻഡു എണീറ്റ് ഗബ്രിയെ പോയി കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടപ്പോ തന്നെ ചിരി വന്നു. ജിൻഡു ആണെങ്കിൽ കരഞ്ഞില്ലാതെ ഉള്ളു. കരഞ്ഞ പോലെ തന്നെയാണ് പുള്ളി സംസാരിച്ചത്. എന്നിട്ട് ഹൗസിലെ മറ്റ് കണ്ടസ്റ്റൻസിനോട് ഡിസ്കസ് ചെയ്ത് ലാലേട്ടൻ ഒരു തീരുമാനം എടുത്തു. ഫൈനലി അവരെ രണ്ടുപേരെയും തിരിച്ച് ഹൗസിലേക്ക് തന്നെ കയറ്റി വിട്ടു. ഒരു ചെറിയ പണിഷ്മെന്റ് എന്ന നിലയ്ക്കാണ് ഇങ്ങനെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തത്. പിന്നെ വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസ് വരുമ്പോൾ ഇതിലും നിലവിട്ട രീതിയിൽ രണ്ടുപേരും സംസാരിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാവും. അത് ഉണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ ചെറിയ സാമ്പിൾ ഡോസ് അവർക്ക് കൊടുത്തതെന്നാണ് എന്റെ അഭിപ്രായം. അനിവാര്യം തന്നെയായിരുന്നു രണ്ടുപേർക്കും ഇങ്ങനെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്. അതിലൊന്നും ഒരു സംശയവുമില്ല. ജിൻഡോ ആയിക്കഴിഞ്ഞാലും ഗബ്രി ആയിക്കഴിഞ്ഞാലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട മ്യൂച്വൽ റെസ്പെക്ട് പരസ്പരം കൊടുക്കുന്നില്ല. ഒരു ത്രാസിലിട്ട് നോക്കുമ്പോൾ ലൈവ് കാണുന്ന ഒരാളെന്ന നിലയിൽ ഗബ്രി തന്നെയാണ് കൂടുതൽ അധിക്ഷേപിച്ചിട്ടുള്ളത് നമ്മുടെ ജിൻഡോനെ. അത് ജിൻഡോയേക്കാൾ കൂടുതലും ഗബ്രിയാണ് അത് ചെയ്തിട്ടുള്ളത്. അതെന്തോ ആയിക്കോട്ടെ, ലാലേട്ടനെ അഡ്രസ് ചെയ്ത് പരിഹരിച്ച് ക്ലോസ് ചെയ്ത വിഷയമാണ്. അതിനെക്കുറിച്ച് നമ്മളായിട്ട് ഇനി കുത്തിപ്പൊക്കി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ ഇത്രയുമായിരുന്നു നമുക്ക് പറയാനുണ്ടായിരുന്നത്. ഒരു എവിക്ഷനും കഴിഞ്ഞു. അതിനെക്കുറിച്ച് വേറെ വീഡിയോയിൽ സംസാരിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.